എല്ലാവർക്കും സുഖമാണോ? അപ്പോൾ ഇന്നലെ ഞാനൊരു സിനിമയൊക്കെ കണ്ടു അല്ലേ. നല്ല സിനിമയായിരുന്നു കേട്ടോ. എല്ലാവരും ഒന്ന് പോയി കാണണം. ശോഭനയുടെയും മോഹൻലാലിൻ്റെ ഒക്കെ തിരക്കൊന്നുമില്ല, ഒട്ടും തിരക്കില്ലായിരുന്നു. സീറ്റൊക്കെ ഇഷ്ടം പോലെ മിച്ചമായിരുന്നു. പക്ഷെ നല്ല സിനിമയാണ്, നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എന്നാണെന്നറിയാവോ? ഈ അസൂയുള്ളവരെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? എനിക്ക് ആദ്യകാലത്തൊന്നും പറ്റില്ലായിരുന്നു കേട്ടോ. ഞാൻ പണ്ടൊക്കെ ഞാനിങ്ങനെ ഈ അസൂയക്കാർ എന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മളോർക്കും എല്ലാവരും നമ്മളങ്ങ് വിശ്വസിക്കും അല്ലേ. അവർക്കൊന്നും നമ്മളോട് അസൂയില്ല, എന്തിനാ നമ്മളോട് അസൂയപ്പെടണം എന്നൊക്കെ ഇങ്ങനെ നമ്മൾ വിചാരിക്കുമായിരുന്നു അല്ലേ. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, അസൂയക്കാരുണ്ട് കേട്ടോ. അസൂയക്കാരും ഈ കണ്ണ് വെക്കണവരും ഒക്കെയുള്ള സമൂഹമായത്. നമ്മളോർക്കും ഇതൊന്നും ചുമ്മാ പറയുന്നതെന്നൊക്കെ. പക്ഷെ എന്തോ ഒരു നെഗറ്റീവ് എനർജി എല്ലാവർക്കും തന്നെ ആകർഷിക്കാനുള്ള എല്ലാ നെഗറ്റീവ് എനർജി ഉണ്ട്. നമ്മളൊന്ന് ഓർത്തൊക്കെ, ഒരു പൂവിനെ നമ്മൾ ആകർഷിക്കും, ഒരു നല്ലൊരു പെങ്കൊച്ചിനെ ആകർഷിക്കും അല്ലേ. ആൺപിള്ളേരെ ആകർഷിക്കണ കാണാമല്ലേ, ആൺപിള്ളേരെ ആകർഷിക്കണ കാണാം. അതേപോലെ എന്തിനോടും ഒരു ആകർഷണമില്ല. ആകർഷണബലം ഉണ്ടെന്ന് നമുക്കറിയാമല്ലോ ഇല്ലേ. ഗുരുത്വാകർഷണ ബലം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ. അപ്പം എന്ത് സംഭവം നമുക്ക് ഇഷ്ടമാകുന്നത് നമുക്ക് ആകർഷിക്കുമ്പോഴാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഇങ്ങനെയൊരു ഈ നെഗറ്റീവ് ആയിട്ട് ഇങ്ങനെയുള്ള അസൂയക്കാരെയും നമ്മളിലേക്ക് നമ്മളെക്കുറിച്ച് ചിന്തിക്കുമ്പം നമ്മളിൽ ഒരു ചെറിയ എന്തോ ഒരു നെഗറ്റീവ് വന്നടിക്കും നമുക്ക്. അത് എങ്ങനെയുള്ളവരെ ബാധിക്കണമെന്ന് അറിയാമോ? അധികം പേരെയും ബാധിക്കുന്നത് ഈ നമ്മൾ നന്നായിട്ട് ജീവിക്കണവരായിരിക്കും. നമ്മുടെ വീട്ടിൽ പ്രശ്നങ്ങളൊക്കെ കാണും, സാമ്പത്തികത്തിൻ്റെ പ്രശ്നങ്ങളോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളൊക്കെ കാണും. പക്ഷെ നമ്മളത് പുറമേ ഒന്നും ആരും അറിയുമൊന്നുമില്ല. കാരണം നമ്മൾ നല്ല നീറ്റായിട്ട് നല്ല കുടുംബജീവിതമായിട്ട് നല്ല സാമ്പത്തികം തോന്നിക്കുന്ന രീതിയിലും ഒക്കെ നമുക്ക് വാഹനമുണ്ട്, നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, നല്ല വീടുണ്ട്, എല്ലാമായിട്ട് നമ്മളങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മളങ്ങ് പോയിക്കൊണ്ടിരിക്കുമായിരിക്കും. വലിയ കുഴപ്പമൊന്നുമില്ലാതെ കുടുംബാംഗങ്ങളൊക്കെ കൂടെ ചേർന്ന് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയം ആയിരിക്കും. അപ്പം മറ്റുള്ളവർ നോക്കുമ്പോൾ എന്താ, നമുക്ക് നന്നായിട്ടാണ് നമ്മൾ ജീവിക്കണേ എന്ന് നമുക്കൊന്നും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സന്തോഷത്തോടെ ഉള്ളതിൽ വെച്ച് നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുമായിരിക്കും. ഈ അവസരത്തിൽ ഇവരുടെ മനസ്സിൽ ഈ അസൂയാലുക്കൾ എന്ന് നമ്മൾ വിചാരിക്കുന്ന ആൾക്കാരുടെ മനസ്സിലൊരു തോന്നൽ പോകുന്നു, ഒന്നും അവരെക്കുറിച്ച് പറയാനില്ല. എന്നാൽ അവരുടെ പഴയ കാലം എടുത്തിട്ടങ്ങ് പറഞ്ഞേക്കാം. അപ്പോൾ അവർ ഒന്നും അല്ലാക്കി വന്ന് നമ്മുടെ അടുത്ത് വന്നിരുന്ന് വെച്ച് പറയും, നിൻ്റെ പഴയ കാലത്ത് നീ അങ്ങനെയായിരുന്നു, അവനിങ്ങനെയായിരുന്നു. അല്ലെങ്കിൽ ഒന്നെങ്കിൽ ഹസ്ബൻഡിനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ അച്ഛനെ അമ്മേനെ കുറിച്ച് പറയും, അല്ലെങ്കിൽ സഹോദരങ്ങളെക്കുറിച്ച് പറയും, അല്ലെങ്കിൽ നമ്മളെക്കുറിച്ച് തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയും. ഇതൊന്നും ഏക്കില്ല എന്ന് കാണുമ്പോൾ പിന്നെയും ഇതിനെക്കുറിച്ച് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. നമുക്ക് എന്താണോ നെഗറ്റീവ് നമ്മളിലുള്ളത്, ആ നെഗറ്റീവിനെ ഇവർ പിടിച്ചിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സ്വഭാവം. അത് നമ്മൾ ഏറ്റുപിടിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പം നമ്മളുമായിട്ട് വാക്ക് തർക്കമോ, അല്ലെങ്കിൽ നമ്മളോട് നമുക്ക് കേൾക്കണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കേൾക്കണ്ടെന്ന് പറയുന്ന വാചകങ്ങൾ തന്നെയായിരിക്കും പിന്നെ അവർ നമ്മളെ കാണുമ്പോൾ എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഏതാണോ ഇഷ്ടമില്ലാത്ത വാക്കുകൾ അതിവർ പറഞ്ഞുകൊണ്ടിരിക്കുക, ഇവരുടെ സ്വഭാവമായിരിക്കും. ഇനി നമ്മൾ വിചാരിക്കും ഈ പൂജാരിമാരുടെയും അല്ലെങ്കിൽ പുരോഹിതന്മാരുടെയും ഒന്നും ഇടയിലൊന്നും ഈ അസൂയയില്ലാന്ന്. ഇവരുടെ ഇടയിലും ഉണ്ട് കേട്ടോ. ഞാനൊരു അമ്പലത്തിൽ പോയേ, തിരക്കൊന്നും ഇല്ലാത്തൊരു അമ്പലമാണ്. അപ്പം അമ്പലത്തിൽ ചെന്ന് കഴിഞ്ഞപ്പം അതിന് മുമ്പിരുന്ന ദേവസ്വം ബോർഡിൻ്റെ അമ്പലമാണ്. അതിന് മുമ്പിരുന്ന പൂജാരിനെ കുറ്റം പറയുകയാണ് ഇപ്പോൾ ഉള്ള പൂജാരി, പുതിയതായിട്ട് വന്ന പൂജാരി. പയ്യന്മാരാ. ആദ്യം ഉണ്ടായിരുന്ന പൂജാരി ഗൂഗിൾ പേയിലൂടെ പൈസ മേടിച്ച് അവൻ സ്വന്തം കാര്യം ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോ കാര്യം, അവൻ്റെ വീട്ടിൽ അങ്ങനെയാണ്, അവൻ്റെ വീട്ടിലിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കാര്യങ്ങൾ പറയുന്നത്. അപ്പം നമുക്ക് അസൂയ എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നമ്മളോട് പറയേണ്ട കാര്യമില്ലല്ലോ. നമ്മളിങ്ങനെ പൂജയ്ക്കൊക്കെ പൈസ കൊടുത്തു കഴിയുമ്പം ആ പൈസ മേടിച്ചിട്ട് നമ്മളോട് ഇങ്ങനെ ആദ്യം ഇരുന്നയാൾ, പണ്ടത്തെ ആളെ നമ്മൾ അറിയായിരുന്നു എന്നൊന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. നമ്മൾ മറ്റേ ആദ്യം ഇരുന്ന് തിരുമേനിയെ നമ്മൾ അറിയായിരുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെയുള്ളവരും ഉണ്ട്. ഇതും അസൂയയാണ്. അയാൾ രക്ഷവർണ്ണ കാണരുത്, അല്ലെങ്കിൽ അയാൾ ആ പൈസ മേടിച്ചു കട്ടെടുത്തു എന്ന് പറഞ്ഞൊപ്പിക്കുകയാണ് ഇയാൾ ചെയ്യുന്നത്. അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പം അതിനിടയ്ക്കുണ്ട്, കുട്ടികളുടെ ഇടയിലുണ്ട്, മുതിർന്നവരുടെ ഇടയിലുണ്ട്, നമ്മുടെ യുവാക്കളുടെ ഇടയിലുണ്ട്, ഒക്കെ ഉണ്ടെന്നേ. നമ്മൾ കുട്ടികളെ ഒന്ന് എടുത്തു നോക്കിക്കേ. നമ്മൾ പഠിക്കുന്ന സമയത്ത് എനിക്കൊക്കെ ഒത്തിരി പറ്റിയിട്ടുണ്ട് കേട്ടോ. ഈ പഠിപ്പിസ്റ്റുകളായ പിള്ളേർ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. അപ്പം നമ്മൾ ഇങ്ങനെ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും, ഞാനെങ്ങും ഒന്നും പഠിച്ചില്ല കേട്ടോ, നാളത്തെ പരീക്ഷയ്ക്ക് ഞാനെങ്ങും ഒന്നും പഠിച്ചില്ല, എനിക്കൊന്നും എല്ലാം എന്തിരുന്ന് പഠിക്കണം എന്നൊക്കെ പറയുകയും ചെയ്യും. പരീക്ഷയുടെ സമയത്ത് പോലും നമ്മൾ ഇതിനകത്ത് ഏതാ പ്രധാനപ്പെട്ട വല്ലതും വന്നതും അറിയാവുന്നൊക്കെ വെച്ചിട്ട് ഇവർ ജന്മത്ത് പറഞ്ഞു തരില്ല നമുക്ക്. അത് കഴിയുമ്പോൾ പരീക്ഷയുടെ റിസൾട്ട് വരുമ്പോൾ ഉണ്ടല്ലോ, ഇവർക്ക് നല്ല ഹൈ മാർക്കും ആയിരിക്കും. ഇവർ നല്ല മാർക്കോട് കൂടി പാസ്സാകുകയും ചെയ്യും, നമ്മൾ എളിഫരായിട്ടിരിക്കുകയും ചെയ്യും. നമ്മൾ തന്നെ ഇവർ പഠിച്ചില്ലല്ലോ, അത്രയും പഠിക്കുന്ന പിള്ളേർ പഠിച്ചില്ലല്ലോ, പിന്നല്ല നമ്മൾ എന്നാ പഠിക്കണമെന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഈ പൊട്ടന്മാരായിട്ടിരിക്കുകയും ചെയ്യും. അങ്ങനത്തെ അബദ്ധങ്ങൾ പറ്റും. അത് ഏത് മേഖലയിലും ഉണ്ട് കേട്ടോ. അത് കുട്ടികളുടെ ഇടയിലും ഉണ്ട്. ചില കുഞ്ഞു പിള്ളേർ കാണുമല്ലോ, അവനവൻ്റെ കയ്യിലിരിക്കണ വേറൊരാളുടെ കയ്യിലിരിക്കുന്ന സാധനത്തിന് വേണ്ടി ആഗ്രഹിച്ച് വലിച്ചു പറിച്ച് മേടിക്കും. പിന്നെ നമുക്കൊന്നും ചിന്തിക്കേണ്ട എന്ന് നമ്മളൊക്കെ വിചാരിക്കുമെങ്കിലും അവരുടെ ഉള്ളിലുണ്ട് ആ സാധനം എൻ്റെ സ്വന്തമാക്കണം എന്നുള്ള ചിന്തയോട് കൂടിയില്ലേ. അങ്ങനെ അപ്പം അതങ്ങനെ ഒരു ഇതുണ്ട്.
പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്കറിയാമല്ലോ, നമ്മളെക്കുറിച്ച് താത്തി പറയും, ഇവർ വലിയ പുള്ളികളായിട്ടാണ് ഇവർ സംസാരിക്കുകയുള്ളൂ. ഞാൻ വലിയ സംഭവമാണ്, ഇവരുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം എനിക്കറിയാം എന്നുള്ള രീതിയിലായിരിക്കും ഇവരധികം സംസാരിക്കുന്നത്. അതായത് പിന്നെ ഒത്തിരി കാര്യങ്ങൾ എന്നെ വിളിച്ചു പറഞ്ഞ്, ഇവരിന്ന കാര്യത്തിന് എന്നെ വിളിച്ചു പറഞ്ഞു, എനിക്ക് അങ്ങനെ ഒരു ബന്ധങ്ങളുള്ളതുകൊണ്ടാണ് എന്നെ വിളിച്ചു പറഞ്ഞ്, ഞാൻ അങ്ങനെ മറ്റേ എനിക്ക് രാഷ്ട്രീയത്തിൽ പിടിയുണ്ട്, എനിക്കല്ലെങ്കിൽ മറ്റുള്ള ആൾക്കാരെ വലിയ 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 ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ പറയും, എല്ലാം കാര്യം. ഇതൊരു മണ്ണും ചുണ്ണാങ്കട്ടി ഒന്നുമില്ലായിരിക്കും. ഇവർക്ക് ഒരു മനുഷ്യ പരിചയവും കാണില്ല, ഒന്നും കാണില്ല. വല്ലൊരൊന്നോ രണ്ടോ പേരെ കാണും. അത് വെച്ചിട്ട് ഇവർ നമ്മളോട് പറയും വലിയ സംഭവമാണ്. കാരണം നമ്മൾ വലിയ സംഭവമാണ് ഇവർക്ക് ഇഷ്ടമല്ല. അതിന് വേണ്ടിയിട്ടാണ് ഇവരങ്ങനെ പറയുന്നത്. അപ്പം ഇവരെന്നാണിക്കും, ഇവർ വലിയ സംഭവമായിട്ട് ഇവരുടെ നാട്ടിലൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ് എന്നിങ്ങനെ പറയാൻ വേണ്ടിയിട്ട് ഇവർ വന്ന് നമ്മുടെ അടുത്ത് വന്നിരുന്ന് പറയും. ഇവരുടെ ഉള്ളിലും അസൂയാണ്. കാരണം ഇവർ നമ്മളെപ്പോലെ ആകാൻ പറ്റാത്തതിനുള്ള വിഷമം കൊണ്ടിരുന്ന് പറയുന്നതാണ് കേട്ടോ. ഇനി നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുകയെന്ന് വെച്ചാൽ, ഒരു ഫ്രിഡ്ജ് മേടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇലക്ട്രോണിക് സാധനം മേടിച്ചാലും ഈ കൂട്ടർ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ മോശമാക്കിയേ പറയുള്ളൂ. അത് കൊള്ളില്ലാട്ടോ, ആ കമ്പനി കൊള്ളില്ലാട്ടോ, അല്ലെങ്കിൽ ആ സാധനം കൊള്ളില്ല, നമ്മൾ ഏത് കമ്പനിയാണോ മേടിച്ചത് ആ സാധനം കൊള്ളില്ല എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ഇവർക്കത് സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അപ്പം അങ്ങനെ പറയുന്നവരും ഉണ്ട്. പിന്നെയുള്ളത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ വിചാരിക്കും ഇവരെ നമുക്ക് എന്തെങ്കിലും ജോലി കിട്ടുമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ, നമ്മളിങ്ങനെ നമ്മുടെ വീട്ടിൽ നമുക്ക് സംഭവിക്കുന്ന എന്തെങ്കിലും കാര്യത്തെക്കുറിച്ചോ ഇവരെങ്ങനെയെങ്കിലും അറിഞ്ഞു എന്ന് വെച്ചു, അവരത് തടത്തല്ലാൻ ശ്രമിക്കും. പരമാവധി അവർ അത് കൊള്ളില്ല, അവിടെ പോയിട്ട് രക്ഷയില്ല, അല്ലെ അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞുകൊണ്ട് വരും. ഇവർ സത്യസന്ധമായിട്ട് പറയുന്നതല്ല ഇത്. ഇവരുടെ ഉള്ളിൽ അങ്ങോട്ട് കുശുമ്പ് അസൂയം കയറിയിട്ടാണ് ഇവർ പറയുന്നത്. ഇവർ പറയും നിങ്ങൾ ആ വഴി പോയിട്ടൊന്നും രക്ഷയില്ല, അങ്ങനെ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. അപ്പോൾ പരമാവധി നമ്മളെന്താ കാണിക്കേണ്ടതെന്നറിയാമോ? നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കാനുണ്ട്, നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ട് എങ്കിൽ നമ്മൾ ഇങ്ങനെയുള്ളവരോട് ഒരിക്കലും പറയരുത്. നമ്മുടെ മനസ്സിലിരുന്നുള്ളത് ഇങ്ങനെയുള്ളവർ പറഞ്ഞാൽ ആ കാര്യത്തിൽ നിന്ന് ഒരു നെഗറ്റീവ് എനർജി നമുക്കും ഉണ്ടാകുകയും നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യാനുള്ള പ്രവൃത്തി നമ്മൾ മങ്ങിപ്പോവുകയും ചെയ്യും. അതുകൊണ്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ, നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ, നമുക്ക് എന്തെങ്കിലും നേടിയെടുക്കാനുണ്ടെങ്കിൽ നമ്മളതിങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കരുത്. ചിലർക്കുണ്ട് വീട്ടിൽ തന്നെ ഇങ്ങനെയുള്ള കുശുമ്പുള്ളവരുണ്ട്. സ്വന്തം സഹോദരങ്ങൾ രക്ഷപ്പെടുന്ന ഇഷ്ടമല്ലാത്തവരുണ്ട്. മാതാപിതാക്കൾക്കുണ്ട് മക്കളിൽ ചിലരോട് ഒരു സ്നേഹം കൂടുതലും, ചിലരോട് ഒരു തിരിച്ചു വ്യത്യാസമുള്ള മക്കളുണ്ട്. അതായത് തിരിച്ചു വ്യത്യാസമുള്ള മക്കൾ രക്ഷപ്പെടുന്ന മാതാപിതാക്കൾക്ക് ഇഷ്ടമില്ലാത്ത മാതാപിതാക്കളുണ്ട്. നമ്മൾ പറയും കേട്ടോ, അച്ഛനമ്മമാർക്ക് മക്കളെല്ലാം തുല്യമെന്നൊക്കെ പറയും. അതൊന്നും വെറുതെയാണ്. അതൊക്കെ എനിക്കറിയാവുന്ന അനുഭവങ്ങളൊക്കെ ഒത്തിരി ഉണ്ട്. മക്കളെ തിരിച്ച് കാണുന്ന ഒത്തിരി കാരണവന്മാരെ എനിക്കറിയാം. അപ്പം അങ്ങനെയൊന്നും നമ്മൾ വിചാരിച്ചുകൊണ്ടിരിക്കേണ്ട എല്ലാവരും ഒരുപോലെയാണെന്നൊന്നും എനിക്ക് തോന്നുന്നു. ഇന്നത്തെ അമ്മമാരാണ് കുറച്ചുകൂടെ ഭേദം എന്നെനിക്ക് തോന്നുന്നു. പണ്ടത്തെ അമ്മമാർക്ക് നല്ല തിരിച്ചു വ്യത്യാസമുള്ള അമ്മമാരും ഉണ്ട് കേട്ടോ, ചില മക്കളോടൊരു ചായ്വ് ഒക്കെ. അപ്പോൾ അവരുടെ മനസ്സിലിങ്ങനെ തോന്നുമ്പോൾ ഉണ്ടല്ലോ, ആ ഓറ നമ്മളിലേക്ക് ഉണ്ടാകുകയും ഒരു എനർജി, ഓറയല്ല ഒരു എനർജി, അത് നമുക്ക് നെഗറ്റീവായിട്ട് ബാധിക്കുകയും ചെയ്യും. അപ്പം നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പോകുമ്പം ഇങ്ങനെയുള്ള കൂട്ടരോട് പറയാതിരിക്കുക, അതാണ് വേണ്ടത്. അത് നമ്മൾ അറിഞ്ഞ് അത് കാര്യം ചെയ്ത് നമ്മൾ വിജയിച്ച ശേഷം മാത്രം പറയുക. അല്ലാണ്ട് നമ്മളെല്ലാ കാര്യങ്ങളൊന്നും എല്ലാവരോടും പറഞ്ഞു നടക്കരുത്. ശരിക്കും ഇങ്ങനെയുള്ള അസൂയയും കുശുമ്പുണ്ടാകണം നമ്മുടെ ജീവിതത്തിൽ. ഇപ്പോൾ പിള്ളേരുടെ വിജയ ശതമാനം വന്ന് ഇപ്പോൾ +2 റിസൾട്ട് ഈ 2 ദിവസത്തിനുള്ളിൽ വരും. നമ്മൾ കണ്ടു, അവന് മാർക്ക് കിട്ടി ഇവന് മാർക്ക് കിട്ടി എന്നും പറഞ്ഞുകൊണ്ട് ഒരു കുശുമ്പിലാക്കി അത് മാറും. ഓരോ കുട്ടികളും അവരോട് പഠിച്ച് പഠിക്കുന്ന മാർക്കാണ്. നമ്മുടെ കൊച്ചിന് കിട്ടിയ മാർക്ക് അത് മതി, അതേ കിട്ടുള്ളൂ. അതാണ് ഫാക്റ്റ് അതിനകത്തെ. അതിൽ കൂടുതലൊരു മാർക്ക് കിട്ടില്ല. അതിന് നമ്മൾ അസൂയപ്പെട്ടിട്ടോ കുശുമ്പ് പെട്ടിട്ടോ അല്ലെങ്കിൽ ആ കൊച്ചിന് നല്ലൊരു കോഴ്സിന് അഡ്മിഷൻ കിട്ടിയിട്ടോ എന്ന് ഓർത്ത് നമ്മൾ കുശുമ്പിറക്കിയിട്ട് കാര്യമുണ്ടോ? ഇതെല്ലാ മേഖലയുണ്ട്. നല്ലൊരു കല്യാണം വന്ന ആ മേഖലയുണ്ട്. അയലോക്കത്തെ പെൺകൊച്ചിനെ കെട്ടിച്ചേക്കാളും നല്ല രീതിയിൽ നമ്മുടെ മക്കളെ കെട്ടിച്ചിട്ടുണ്ട്. ഒരു ചെറിയ കുശുമ്പ്, അതെങ്ങനെയാണ് അവന് കിട്ടിയത് എന്നിങ്ങനെ. അല്ലെങ്കിൽ അവനൊരു ജോലി കിട്ടി, ആർക്കെങ്കിലും ജോലി കിട്ടി, അതെങ്ങനെ അവന് അത്ര വിദ്യാഭ്യാസമൊന്നുമില്ല എന്നിട്ട് എങ്ങനെ അവനാ ജോലി കിട്ടിയത് എന്നിങ്ങനെ. ഇവർക്ക് വിദ്യാഭ്യാസത്തെക്കുറിച്ചോ ഇവർക്ക് യാതൊന്നും അറിയത്തില്ലായിരിക്കും. ആ കൊച്ചു വേറെ എന്തെങ്കിലും കോഴ്സ് പഠിച്ച് കിട്ടിയതായിരിക്കും, പക്ഷെ അതൊന്നും അറിയില്ല. ഈ കുശുമ്പ് പറിച്ചത് തന്നെ. നിസ്സാരം ഒരു ഡ്രൈവിംഗ് ലൈസൻസ്, അതെൻ്റെ അനുഭവം ഉണ്ട് കേട്ടോ. ലൈസൻസ് ടെസ്റ്റിന് വേണ്ടി പോയി കഴിഞ്ഞപ്പം എനിക്കറിയാവുന്ന എൻ്റെ ഒരു സുഹൃത്തിനോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അത് കിട്ടുമൊന്നുമില്ല എന്നേ. അതങ്ങനെ എല്ലാവർക്കും ഒന്നും പെട്ടെന്നൊന്നും ലൈസൻസ് കിട്ടില്ല. ഞാനൊക്കെ ഒരു 3-4 ടെസ്റ്റ് ഇങ്ങനെ ഇതിന് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കിട്ടി, ടെസ്റ്റിന് പോയി കഴിഞ്ഞപ്പോഴാണ് കിട്ടി എന്നിങ്ങനെ. പക്ഷേ എനിക്ക് കിട്ടുകയും ചെയ്തു ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ. അല്ല, മനുഷ്യൻ അങ്ങനെയാണ്, അവരങ്ങനെ പറയും. അത് അവരുടെ ഉള്ളിലുള്ള ആ അഭിപ്രായം അവർ പുറത്തേക്ക് വിടുന്നതാണ്. അവർ
ചെറിയൊരു നമ്മൾ പോയി രക്ഷപ്പെടുന്നു. അതേപോലെ പെണ്ണുങ്ങൾ വണ്ടി ഓടിക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേനും ഒരു എത്രയോ കുശുമ്പള എന്ന ആൾക്കാരുണ്ടെന്നറിയാവോ. അതൊക്കെ അസൂയ കുശുമ്പ ഇങ്ങനെ വരുമ്പോഴാണ് ഇങ്ങനെ സ്വന്തം ബോൾഡായിട്ട് ജീവിക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ എന്തോരം കുശുമ്പളങ്ങുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾ ചിന്തിച്ച് നോക്കി, ഒത്തിരി പേരുണ്ട് സ്വന്തം കാര്യങ്ങൾ നോക്കി നല്ല രീതിയിൽ നടക്കുന്ന സ്ത്രീകളെ കാണുമ്പോൾ ഒരു കുശുമ്പ. അത് ഭർത്താക്കന്മാർക്കും ഉണ്ട് കേട്ടോ, അതും കൂടെ ഞാൻ പറയാം. ഭാര്യ നല്ല ഹൈ ലെവലിലേക്ക് എത്തിപ്പോകുമ്പോൾ ഭർത്താക്കന്മാർക്ക് കുശുമ്പളകണവരുമുണ്ട്. അതായത് ഇപ്പോൾ ഭാര്യ ഭർത്താവ് ഗവൺമെൻറ് ജോലിക്കാരാന്ന് വെച്ചോ, ഭാര്യ ഇച്ചിരിയോടെ ഭർത്താവിനേക്കാളും ഉയർന്നു പോയി കഴിയുമ്പോൾ അഭിമാനിക്കുമല്ലോ. എന്നാൽ അത് എൻ്റെ വീട്ടിലേക്ക് അവൾ പൈസ ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ മക്കളുടെയും എൻ്റെയും കാര്യങ്ങളാണ് നോക്കണേ, എൻ്റെ വീട്ടിലേക്കാണ് വരുന്നതെന്നല്ല ചിന്തിക്കുന്നത്. അവൾ ഏതാണ്ട് വലിയ സംഭവമായി പോയല്ലോ, ഞാൻ ഏതാണ്ട് താഴെയായി പോയല്ലോ എന്നൊരു ഈഗോ അടിക്കണ ഭർത്താക്കന്മാരുമുണ്ട്, ഒത്തിരി പേരുണ്ട് കേട്ടോ. എന്നിട്ട് ഭാര്യയുടെ ശമ്പളം ചോദിച്ചു മേടിക്കുക, ഭാര്യയുടെ ഒരു സ്വാതന്ത്ര്യം ഇല്ലാതാക്കി കൊടുക്കുന്ന ഭർത്താക്കന്മാരുണ്ട്. എനിക്കറിയാവുന്ന BSNL ജോലിയുള്ള ഒരു ചേച്ചിയുടെ കഥ എനിക്കറിയാം. പുള്ളിക്കാരി എപ്പോഴും മിക്ക ദിവസം എന്നെ കാണുമ്പോൾ കഥ പറയും. എന്നിട്ട് അവസാനം ഇപ്പോൾ വോളണ്ടറി റിട്ടയർമെൻറ്റ് എടുക്കാൻ വേണ്ടി ഇരിക്കുക പുള്ളിക്കാരി. മടുത്തു ഭർത്താവിനെ കൊണ്ട്. പുള്ളിക്കാരി വലിയ നിലയിലെത്തി, എന്നിട്ട് ഒരു സ്വൈര്യവും ഇല്ല. അപ്പോൾ ഒന്ന് ഓർത്ത് നോക്കി, അങ്ങനെയുള്ളവരും ഉണ്ട്. അപ്പോൾ അത് കുശുമ്പെന്ന് പറയണേ മനുഷ്യൻ്റെ, അത് നമ്മുടെ വീട്ടിലാണെങ്കിലും ഒക്കെ ഉണ്ടെന്നേ കുശുമ്പറ. നമ്മുടെ സഹോദരങ്ങൾ തമ്മിൽ കുശുമ്പറ കാണാൻ മേലെ, ഒരു സഹോദരൻ രക്ഷപ്പെടുത്തു അടുത്ത സഹോദരനെ കാണാൻ മേലാതെ അവസ്ഥ വരുന്നതും ഉണ്ട്. അങ്ങനെയുള്ളവരും ഉണ്ട്. ഒരാൾ ഇച്ചിരി നല്ല നിലയിലാണ് ജീവിക്കുന്നതെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റേ ആൾക്ക് എത്തിയില്ലെങ്കിൽ ഉടനെ കുറ്റം പറയും. ഇനി മറ്റേ ആൾ എത്തിക്കഴിഞ്ഞാലോ ഈ പാവപ്പെട്ടവനെ അന്വേഷിക്കുകയില്ല. അങ്ങനെ ഒരു കുഴപ്പമുണ്ട് ഇല്ലേ. അപ്പോൾ ഈ കുശുമ്പ് പറച്ചിലും അസൂയൊക്കെ ഉണ്ടല്ലോ, അതിൽ നിന്ന് ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകുന്നുണ്ട്. അത് നമ്മൾ മനസ്സിലാക്കുക. അപ്പം നമ്മൾ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ തുറന്ന് സംസാരിച്ചുകൊണ്ടിരിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം നമ്മൾ മറ്റുള്ളവരോട് പറയുക, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാതിരിക്കുക. പിന്നെ നമ്മുടെ അടുത്ത് വന്നിരുന്നിട്ട് ഇങ്ങനെ പറയാനിരിക്കുമ്പോൾ നമ്മൾ ചെവി കൊടുക്കാണ്ടിരിക്കുമ്പോഴേക്കും ഇവർക്ക് കുശുമ്പ് കൂടും. നമുക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ, ഇവർ കുശുമ്പ് കൂടിയിട്ട് പിന്നെയും പറയാൻ തുടങ്ങും. അന്നൊരു ദിവസം പോവും, പിന്നെ 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്നിരുന്നിട്ട് നമ്മുടെ അടുത്ത് വന്ന് ഈ കഥകൾ പറയും. അത് ചിലപ്പോൾ നമ്മുടെ അയൽവക്കമായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളായിരിക്കാം, നമ്മുടെ ബന്ധുക്കളായിരിക്കാം, വീട്ടിലുള്ളവർ ആരായിരിക്കാം. നമുക്ക് താല്പര്യമില്ല എന്ന് പറയുന്ന കാര്യം പിന്നെയും പറഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇതും ഒക്കെ ഒരു അസൂയയുടെ ലക്ഷണങ്ങളാണ്. നമുക്ക് എന്തെങ്കിലും ഒരു ഇച്ചിരി ഉയർന്ന ലെവലിലേക്ക് നമ്മൾ എത്തിക്കഴിയുമ്പോൾ നമ്മൾ കാണാതെ പോകുന്നവർ ചിലരുണ്ട്. നമ്മളെ വഴിക്കൊന്നും വെച്ച് കണ്ടാൽ കാണാം. അപ്പോൾ നമ്മൾ ഇത്രയും നാളും കുഴപ്പമില്ലായിരുന്നു, ഇപ്പോൾ എന്നാ പറ്റി എന്ന് വിചാരിക്കും. അപ്പം നമ്മൾ ഓർക്കും നമ്മളെ കാണാത്തതുകൊണ്ടാന്ന് ഓർത്തുകൊണ്ട് നമ്മൾ ഓടിച്ചെന്ന് സംസാരിക്കുമ്പോൾ ഒക്കെ എന്ന് കാണിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഒരുതരം അകന്ന രീതിയിലൊരു സംസാരിക്കുകയും ചെയ്യും. അങ്ങനെയുള്ളവരും ഉണ്ട്. പിന്നെയുണ്ട്, നമ്മളേതെങ്കിലും ഒരു എന്തെങ്കിലും സന്തോഷം നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ ഒരു കൺഗ്രാജുലേഷൻ പോലും പറയാത്തവരും ഉണ്ട് ഇല്ലേ. അതൊക്കെ അവർക്ക് ഭയങ്കര ആക്ഷേപമാണ്. കാരണം അവരുടെ എന്തോ നഷ്ടപ്പെട്ടു പോകുന്ന രീതിയിലാണ്. അതും ഒരു കുശുമ്പിൻ്റെ ഭാഗമാണ്. നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും ഉയർച്ച ഉണ്ടായെങ്കിലോ അല്ലെങ്കിൽ നമ്മളെന്തെങ്കിലും ഒരു അച്ചീവ് ചെയ്ത് കഴിയുമ്പോഴോ നമ്മളൊന്ന് കൺഗ്രാജുലേഷൻ എന്ന് പറയാൻ. അപ്പം ഇതൊക്കെ അസൂയക്കാരുടെ ലക്ഷണങ്ങൾ ഞാൻ കുറച്ചെണ്ണം, ഇത് കൂട്ടൊരു 40 എണ്ണമല്ല പറയാൻ കിടക്കുന്നത്. നമ്മൾ ചിന്തിച്ച് നോക്കി, ഇഷ്ടം പോലെ നിങ്ങൾക്ക് തന്നെ ഇഷ്ടം പോലെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അസൂയക്കാരെക്കുറിച്ച് പറയാൻ പറ്റും. അത് പ്രത്യേകിച്ച് നമ്മൾ നല്ല നിലയിൽ എത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ദുരിതം പിടിച്ച് കഷ്ടപ്പാടും പിടിച്ച് കിടക്കുകയാണെങ്കിൽ ഒരസൂയക്കാരും കാണുകയില്ല നമ്മുടെ അടുത്ത്. കാരണം അവരെ എന്നെ അസൂയപ്പെടാനിരിക്കുന്നത്, അവരുടെ ജീവിതം എന്നെ കണ്ട് അസൂയപ്പെടാനല്ലേ. അവരൊന്നും തിരിഞ്ഞു നോക്കുകയില്ല, ഒരൊന്നും പറയാനും പോവില്ല. രക്ഷപ്പെട്ട് കഴിഞ്ഞു അപ്പോൾ വരും. അതാണ് അസൂയക്കാർ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. എല്ലാവർക്കും